അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മാനവജാതിക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിത്യപ്രത്യാശയുടെയും അനുഗ്രഹം പകരുന്ന ക്രിസ്തുവിൻ്റെ ജനനത്തെ സ്മരിക്കുന്ന ഒരു ക്രിസ്മസ് കൂടെ നമ്മൾ കൊണ്ടാടുമ്പോൾ ഒരു വേദഭാഗം വായിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് സുവിശേഷകനായ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം ആദ്യവാക്യങ്ങൾ. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദ്യയിലെ ബെത്ലഹേമിൽ ക്രിസ്തു പിറന്ന ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാരെത്തി. രാജാവായി പിറന്നവൻ എവിടെ? മനോഹരമായ ഒരു ക്രിസ്മസ് ഗാനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യഹൂദിയയിലെ ആ ഗ്രാമത്തിൽ ബെത്ലഹേമിലെത്തി രാജാധിരാജൻ്റെ പൊൻതിരുമേനി കണ്ടു. നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് ഇന്നത്തെ വചനത്തിലേക്കും അത്ഭുത സാക്ഷ്യത്തിലേക്കും കിടക്കാം. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര. ദേവനാദം കേട്ടു ആമോദമാ. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര. ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥേലിൻ തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥേലിൻ തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. രാജാവായി ഒരുവൻ പിറന്നു യഹൂദിയയിലെ ബെത്ലഹേമിൽ. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. മാറിയത് ആ റോമൻ കൈസറുടെ ഭരണകാലത്തും. ക്രിസ്തു ജനിക്കുമ്പോൾ റോമൻ കൈസർ ലോകമെങ്ങും വാഴുകയാണ്. റോമൻ കൈസറുടെ പ്രതിനിധിയായി
നമുക്കറിയാം ഗവർണേഴ്സ് അവിടെ വാഴുകയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് കാണുന്ന പീലാത്തോസ് റോമൻ കൈസറുടെ ഗവർണറാണ്. കൂടാതെ അന്ന് നാട്ടുരാജാക്കന്മാരായ ഹെരോദാവിനെ പോലെയുള്ളവർ റോമൻ കൈസർക്ക് കപ്പം കൊടുത്തുകൊണ്ട് നമ്മുടെ ഭാരതം എങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യത്തിലിരുന്നു അതുപോലെ റോമൻ കൈസറുടെ കീഴിൽ ഇരിക്കുന്ന ഒരു കാലത്ത് അവരുടെ സ്വയം ഭരണം നഷ്ടപ്പെട്ടു. അവരെന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഞങ്ങളുടെ ആദ്യ രാജാവായ ദാവീദിനോട് വാഗ്ദാനം ചെയ്ത ദാവീദ് പുത്രൻ, രാജാവായ ദാവീദ് പുത്രൻ അവന് വന്നു കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നും അവരുടെ പ്രാർത്ഥന ഇതാണ്, ഞങ്ങളുടെ മശിഹ വരണം, ഞങ്ങളെ വാഴാൻ രാജാവ് വരണം, ഈ റോമൻ കൈസറുടെ കീഴിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിടുവിച്ചിട്ട് ഞങ്ങളുടെ സ്വയം ഭരണം ഞങ്ങൾക്ക് മടക്കി തരണം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ സിനഗോഗുകൾ തോറും, അവരുടെ ജെറുസലേം ദേവാലയത്തിൽ, അവരുടെ വീടുകളിൽ അവർ കാത്തിരിക്കുന്ന ഒരുവനുണ്ട്, ഒരു രാജാവ്. യഹൂദന്മാർ ഒരു രാജാവിനെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ പ്രിയരെ, ഹെരോദ രാജാവിനെ സംബന്ധിച്ച് ഇത് വെറും ഒരു മതപരമായ അബദ്ധമായിട്ട് മാത്രമേ ഹെരോദാവിന് തോന്നിയിട്ടുള്ളൂ. റോമൻ കൈസറെ ഒരിക്കലും പേടിപ്പിച്ചില്ല, എന്നെ വാഴുന്ന, എന്നെ കവിയുന്ന ഒരു രാജാവ് വരുമെന്ന് അവരാരും ഭയപ്പെട്ടിരുന്നില്ല. എന്നാൽ യഹൂദൻ അവൻ്റെ വേദഗ്രന്ഥമായ പഴയ നിയമം, ആ 39 ഗ്രന്ഥങ്ങളിലും അവർ കണ്ടു, ഒരുവൻ വരാൻ പോകുന്നു, ഹി വിൽ ബി എ കിങ്, അവൻ വാഴുന്നവനായിരിക്കും. ആ രാജാവിനെ കാത്തിരിക്കുമ്പോൾ ഇതാ യേശുക്രിസ്തു യഹൂദിയിലെ ബെത്ലഹേമിൽ പിറന്ന ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ വരികയാണ്. അവർ യഹൂദന്മാരല്ല. ചിലർ പറയുന്നത് അവർ അറബി നാടുകളിൽ നിന്ന് വന്നവരാണ്. ചിലർ പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ മുനിവര്യന്മാരായിരുന്നു. നക്ഷത്രശാസ്ത്രത്തിൽ, വാനശാസ്ത്രത്തിൽ പ്രവീണരായ ആ വിദ്വാൻമാർക്ക്, ആ ജ്ഞാനികൾക്ക്, ആ രാജാക്കന്മാർക്ക് അവരുടെ ആ വലിയ ജ്ഞാനത്തിൽ അവർക്ക് പിടികിട്ടിയ ഒരു പുതിയ നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. ഈ നക്ഷത്രം മറ്റാരെയുമല്ല കാണിക്കുന്നത്, യഹൂദന്മാർ കാത്തിരിക്കുന്ന മശിഹായെ, രാജാവിനെയാണ്. ഇവർ കിഴക്ക് നിന്ന് വരികയാണ്. ഒരുപക്ഷെ ആയിരക്കണക്കിന് മൈലുകൾ യാത്ര ചെയ്ത് അവർ വരികയാണ്. ഒരു രാജാവ് പിറക്കുന്നെങ്കിൽ അത് നിശ്ചയമായും രാജകൊട്ടാരത്തിലായിരിക്കുമല്ലോ. അങ്ങനെ അവർ കണ്ട നക്ഷത്രത്തെ നോക്കി അവർ വരുന്നു. അതുകൊണ്ടാണ് ഇന്നും ക്രിസ്തുമസിന് നമ്മൾ തൂക്കുവിളക്കുകൾ, നക്ഷത്രങ്ങൾ എല്ലായിടത്തും ഇടാറുണ്ട്. ആ നക്ഷത്രത്തെ ഓർത്തുകൊണ്ട് ആ നക്ഷത്രത്തെ നോക്കി അവർ വന്ന് ഇതാ ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ ഡിസംബർ 26, 27, 28 3 ദിവസം ഈ 2019 തീരും മുമ്പേ 2020 എന്ന് പറഞ്ഞ അടുത്തൊരു ദശാബ്ദത്തിലേക്ക്, ഒരു ഡിക്കേഡിലേക്ക് നമ്മൾ കയറാൻ പോവുക. എൻ്റെ ആഗ്രഹം നമ്മൾ ഒന്നിച്ചിരുന്ന് ഫൈനാൻഷ്യൽ ഒരു ബ്രേക്ക് ത്രൂ, പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്നവർ, സാമ്പത്തികമായ സ്ഥിരതയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഇന്നുണ്ട് നാളെ ഇല്ല, ആ ഒരു ഗ്രാഫ് താഴോട്ടും മുകളിലോട്ടും പോകുന്നതല്ല. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ആൻഡ് ഗ്ലോയിങ്. ഫൈനാൻഷ്യൽ പ്ലാനിങ് പ്ലസ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയും കൊടുപ്പാൻ, ആ ഗോഡ്ലി ഇൻക്രീസ് ആണ് എൻ്റെ ആഗ്രഹം. സോ ബിസിനസ്സിൽ തകർന്നിരിക്കുന്നവർ, പലതും ചെയ്ത് പരാജയപ്പെട്ടവർ, ശുശ്രൂഷയിൽ ഒരു ബ്രേക്ക് ത്രൂ ഇല്ല, അങ്ങനെയുള്ളവരെ ഞാൻ ക്ഷണിക്കുക. നിങ്ങൾക്കറിയാം, പൊതുവെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്ലിയർ ഡയറക്ഷൻ ഇല്ലാതെ ഞാൻ ചെയ്യത്തില്ല. വാട്ട് ഐ ഹിയർ ഐ സേ. സോ ഈ കാലഘട്ടത്തിൽ അൺസർട്ടനിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മധ്യത്തിൽ വൈ ആം ഐ എ ഫെയിലിയർ? എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഫിനാൻഷ്യൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്? അതല്ല, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുവാൻ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയർച്ച പ്രാപിക്കുവാൻ ഈ 3 ദിവസം ഡിസംബർ 26, 27, 28 ഇത് മുന്നമേ പ്ലാൻ ചെയ്യല്ലായിരുന്നു. ഈ 10 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങളെല്ലാം കൂടി. ആ സമയത്ത് പെട്ടെന്ന് ദ ഹോളി സ്പിരിറ്റ് വാസ് ടെല്ലിങ് മീ ടു സെപ്പറേറ്റ് 3 days ബിസിനസ്സുകാർക്ക് വേണ്ടി സ്പെഷ്യലായി. സോ ഇഫ് യു ആർ ഡൂയിങ് എ ബിസിനസ് എവിടെയാണേലും, എനിക്കറിയാം ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ്, എന്നാലും
ഈ വർഷം അവസാനം ലെറ്റ് us sit here and redefine our finance. So financial breakthrough, financial curse breaking, എന്ത് വേണമെങ്കിലും വിളിച്ചോ. It is going to be happening in കോട്ടയത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നാത്ത് നടക്കാൻ പോകുന്നത്. I invite you personally and I know God is going to do something extraordinary. വരാതിരിക്കരുത്. ഡിസംബർ 26, 27, 28 നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിക്കണം, അവരോട് പറയണം വരുവാൻ. It's going to be extraordinary. God bless you. നമുക്ക് ഹെരോദാവിൻ്റെ റെസ്പോൺസ് ഒന്ന് കാണാം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനിവിടെ, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ച് ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. കാരണം നിങ്ങളുടെ വേദങ്ങളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ ഒരാൾ വരുമ്പോൾ നിങ്ങൾ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. എന്നാൽ രാജാവ് വരാൻ പോകുന്നെന്നോ, ഞങ്ങളുടെയൊക്കെ ഭരണം നഷ്ടപ്പെടാൻ പോകുന്നെന്നോ. ഹെരോദാവ് ഇളകിപ്പോയി, ഞെട്ടിപ്പോയി. ഇവരുടെ ഉപദേശ പ്രസംഗം, ഇവരുടെ സിനഗോഗിലെ ഈ ശാസ്ത്രിമാരുടെ പ്രസംഗം കളി കാര്യമാകാൻ പോവുകയാണോ? ഞങ്ങളുടെയൊക്കെ ഭരണം മാറാൻ പോവുകയാണ്. ഇവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവരുടെ മശിഹ വരുമ്പോൾ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്നൊരു ഭാഗം ഞാൻ വായിക്കാം. വെളിപ്പാട് 5:9-10. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിനെ അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഭൂമിയിൽ കർത്താവിൽ വിശ്വസിക്കുന്നവരെ രാജാക്കന്മാരായി, റോയൽ പ്രീസായി, വാഴുന്നവരായി ആക്കി വെച്ചു. ഇന്ന് നിങ്ങളെ എന്ത് വാഴുന്നോ നിങ്ങൾക്കതിനെ വാഴാം. അതാണ് ക്രിസ്തുമസ്. അല്ലാതെ ക്രിസ്മസിന് മദ്യവും വേണ്ടാത്ത കാര്യങ്ങളും നമ്മളെ വാഴുകയല്ല. യഥാർത്ഥ ക്രിസ്മസ് ക്രിസ്തു നമ്മളിൽ വരുമ്പോൾ ഇന്ന് നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്നതിനെ മുഴുവൻ പിടിച്ചടക്കുന്ന വ്യക്തികളായി മാറുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പ്രസംഗിച്ച യേശു ജീവനോടെയുണ്ട്. നിങ്ങളുടെ സമീപം ഇപ്പോൾ തന്നെയുണ്ട്. രോഗം സൗഖ്യമാകും. നാളുകളായി നിങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വിചാരിക്കുന്ന പ്രതിസന്ധികൾ ഇപ്പോൾ തന്നെ വിട്ട് മാറും. ഇൻ ദ നെയിം ഓഫ് ജീസസ് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ രാജാക്കന്മാരായി വാഴുമാറാക്കിയതിനായി വി ഗീവ് യു ഗ്ലോറി മൈ ലോർഡ്. ഞങ്ങളങ്ങേക്ക് സ്തുതി അർപ്പിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് കാണുന്നു. രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ സ്വന്തം സ്വഭാവങ്ങളെ മാറ്റാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, ക്രിമിനലുകളായി, മദ്യത്തിൽ അകപ്പെട്ടവരായി, കുടുംബ പ്രശ്നങ്ങളിൽ, മറ്റേതിലാണോ ഇന്ന് കർത്താവ് ഏതിനാലൊക്കെ വാഴ്ച അനുഭവിക്കുന്നു, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ മക്കൾ വിടുതലാകട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉറക്കമില്ലാത്ത അവസ്ഥ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിലെ മദ്യപാനം, അഡിക്ഷൻ വിടുതലാകട്ടെ. മാത്രമല്ല, ഇന്ന് വരെ എന്തവരെ വാണോ അതിനെ വാണ് ജയത്തോടെ ഉത്സവത്തോടെ ജീവിക്കുവാൻ മക്കളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിനോട് കൂടെ വാഴുക. ഹി ഹാസ് മെയ്ഡ് us kings. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ച് രാജാക്കന്മാർ വന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ഒരു രാജവാഴ്ചയിലായിരിക്കുകയാണ്. അതാണ് യഥാർത്ഥ ക്രിസ്മസ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തന്നെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.